ഹായ് ഗായ്സ്, നമ്മുടെ തെച്ചാവ മുട്ടക്കുട്ടിയായിട്ടോ. അപ്പം ഇന്ന് തെച്ചാവയുടെ മുട്ടടിക്കലും അതുപോലെ എൻ്റെ അനിയൻ കാറെടുത്തു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ കുറച്ച് ട്രിപ്പൊക്കെ പോയ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ തെച്ചുവിന് മുട്ട അടുപ്പിച്ച് കൊടുക്കുന്നത് ഏട്ടൻ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് 1 വയസ്സ് കഴിഞ്ഞപ്പോഴും ഏട്ടൻ തന്നെയാണ് മുട്ട അടുപ്പിച്ചത്. അപ്പോൾ 2ാമത്തെ വയസ്സായപ്പോഴും ഞങ്ങൾ തന്നെയാണ് മുട്ട അടുപ്പിക്കുന്നത്. അവളിങ്ങനെ ഒതുങ്ങിയിരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുട്ടിയായിട്ട് അവളിങ്ങനെ ഡീസൻ്റായിട്ട് ഒതുങ്ങിയിരുന്ന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ വെച്ചിരിക്കണ കഞ്ഞിയും ചക്കക്കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ വെച്ച് രാവിലെ തന്നെ കഞ്ഞിയും ചക്കക്കൂട്ടാനൊക്കെ കഴിക്കുകയാണ്. എന്നിട്ട് കഞ്ഞിയും ചക്കക്കൂട്ടാനൊക്കെ മുട്ട അടിച്ചിട്ടൊക്കെ കഴിഞ്ഞ് കഞ്ഞിയും ചക്കക്കൂട്ടാനൊക്കെ കഴിച്ച് അവൾക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ കഞ്ഞിയും ചക്കക്കൂട്ടാനും. പിന്നെ ഇതാണ് അനിയൻ എടുത്ത കാറ് കേട്ടോ. സെക്കൻഡ് ഹാൻഡാണ്. അപ്പോൾ അമ്മയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ജസ്റ്റ് അതിലൊരു കറക്കം കറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് കോങ്ങാട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് തന്നെ ഇല്ല, കുറേ ആയി. അവളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോകാൻ പറ്റിയിട്ടില്ല. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുമാവിയായിട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ ആയി പോകണം വിചാരിക്കണു, നടക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ പോയി. അമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അവൾ, എൻ്റെ ഫ്രണ്ടാണ് രോഹിണി. അവളെ അങ്ങനെ കണ്ടു, കുറേ ആയി അവളുടെ കല്യാണത്തിൽ കണ്ടാണ്. അതിനുശേഷം ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അവളെ കണ്ടപ്പോൾ എന്താ പറയുക, ഒരു പഴയ കോളേജ് ലൈഫിൽ എൻ്റെ ഒരു എന്താ പറയുക സീക്രട്ട് കീപ്പർ, അതുപോലെ എന്താ പറയുക എല്ലാം. അപ്പോൾ ഒരു പേഴ്സണലി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു അവൾ കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞാവ. അപ്പോൾ അവൻ എൻ്റെ മാലയും കമ്മലൊക്കെ എടുക്കുക, കടിക്കുക, മുടി പിടിച്ച് കളിക്കുക, അതൊക്കെയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇമോഷണലി അവിടെ എത്തിയപ്പോൾ ഭയങ്കര എനിക്ക് സങ്കടമൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കോങ്ങാട് തന്നെ ഞങ്ങളുടെ ഒരു അമ്മമ്മയുടെ വീടുണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച്, അമ്മമ്മ ഉള്ള കാരണം കൊണ്ട് അവിടെയൊക്കെ പോയി ഞങ്ങളിങ്ങനെ കുറച്ച് നേരം സംസാരിച്ച്. അപ്പോൾ അമ്മ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ സംസാരിച്ച്, ഇത് മാമനാണ്, അമ്മമ്മയുടെ മൂത്ത മോനാണ്. അപ്പോൾ മാമ കുഞ്ഞാവനൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതൊക്കെ അവിടുത്തെ കുട്ടികളാണ്. അവിടെ 4 ആൺമക്കളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ തിരിക്കുകയാണ്. ഇനി നേരെ എൻ്റെ വീട്ടിലേക്കാണ്. ഏട്ടൻ പറഞ്ഞു ഇന്ന് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഏട്ടൻ ഇന്നൊരു സിംഗിൾ ഡേ അടിച്ച് പൊളിക്കാനുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റും കൂടെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഭയങ്കര ഇമോഷണലി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. ബൈ ബൈ, സീ യു അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.